ഇന്ന് ഏപ്രിൽ 3 നെന്മാറ വേല. ഹൈ ജിമ്പിടു, ഞങ്ങളിന്ന് നെന്മാറ വേലയ്ക്ക് പോവാണ്. അപ്പം ഇന്നൊരു നെന്മാറ വേല വ്ളോഗ്. അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ട് റെഡി ആവുകയാണ് ഗൈസ്. കണ്ണിച്ച് കുറഞ്ഞു പോയി ഗൈസ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചുകൂടെ കണ്ണ് നമ്മൾ ഭംഗിയെടുക്കണം. കുറേ ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്ക് കണ്ണ് കണ്ട് അസൂയപ്പെടണം. ഇവിടെ പല ബഹളങ്ങളും ഉണ്ടാവും, നിങ്ങളൊന്നും ശ്രദ്ധിക്കരുത്. അയ്യോ രക്ഷയായി. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പുട്ടും പഴമാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. മാളുവിനെ കാണിക്കണ്ട പറഞ്ഞു കേട്ടോ. സെലിബ്രിറ്റി ആണ് അവള്. മാളുവിന്റെ ഫാൻസ് ഒക്കെ ഉണ്ട്. സമയം 11 മണി. ഞങ്ങൾ ഇപ്പോഴാണ് അമ്പലത്തിലേക്ക് പോണത് ഗൈസ്. നമ്മൾ അമ്പലത്തിലേക്ക് പോകാൻ ഗൈസ്. നമസ്കാരം കിട്ടുമൊക്കെ വരുന്നു. ശുഭം. ഡോൺ നടന്നു പോണു. ഡോൺ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഭയങ്കരമായിട്ട് ലേറ്റ് ആയിട്ടോ. പക്ഷെ ഞങ്ങൾ കറക്റ്റ് ടൈം ആകുമ്പോഴേക്കും അമ്പലത്തിലെത്തി ഗൈസ്. ഇവിടെ കാണാനില്ലായിരുന്നു. ഞങ്ങൾ എങ്ങനെയൊക്കെയോ കണ്ടു കിട്ടിയതാണ്. ഞങ്ങൾ ഉണ്ണിക്കണ്ണനെ കണ്ടു ഗൈസ്. പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഗൈസ്. അമ്മു ചേച്ചിക്ക് അവിടെ നിന്ന് അലർജി പിടിച്ചു പൊടിയൊക്കെ ആയിട്ട്. അതുകൊണ്ട് നമ്മൾ മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. അവിടെ എന്താ വേണത്? എല്ലാവരും സീറ്റ് ബുക്ക് ചെയ്തു. നടന്ന് ക്ഷീണിച്ചു വെള്ളം വാങ്ങാൻ വേണ്ടി വന്നാക്കും. ഞാൻ സെക്കൻഡ് അടി. ഞാൻ തേർഡ്. ഗൈസ് ഞങ്ങളങ്ങനെ നടന്നു വരുമ്പോൾ ഒരാൾ ഇതാ പട്ടിക്ക് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കണം ഗൈസ്. കണ്ടപ്പോൾ സന്തോഷമായി. അങ്ങനെ നമ്മൾ ബസ്സൊക്കെ കയറി വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ മാളു ആണെങ്കിൽ അടുത്തുള്ള ഒരു അമ്മമ്മയായിട്ട് ഭയങ്കര കമ്പനി ഗൈസ്. ആ അമ്മമ്മ അങ്ങനെ ഇവളെക്കുറിച്ച് കുറേ പുകഴ്ത്തിയിട്ടൊക്കെ പറയണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ സന്തോഷത്തിൽ അവൾ ആ അമ്മമ്മയ്ക്ക് ബലൂണ് കൊടുത്തു ഗൈസ്. അങ്ങനെ വെയിലൊക്കെ കൊണ്ട് കറുത്ത് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. ഇനി നമുക്ക് വൈകുന്നേരം വെടിക്കെട്ടിന് മുമ്പ് കാണാം. അമ്മൂമ്മയ്ക്ക് ഞാനൊരു ബലൂണ് തരാം. രസമുണ്ടമ്മ. നമുക്ക് ഇങ്ങനെ പോവാ വൈകുന്നേരം കേട്ടോ. അതെ, അമ്മൂമ്മ എവിടെയാന്ന് അറിയാൻ പറ്റും. നല്ല ഐഡിയ. ഇങ്ങനെ വെച്ചിട്ട് പോവാ, അമ്മൂമ്മേനെ തിരിച്ചറിയാൻ പറ്റും. എടി കയറിട്ട് കെട്ടി വയ്ക്കാടി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഇനി ഉറങ്ങാൻ പോവാണ് ഗൈസ്. കുറച്ച് നേരം ഉറങ്ങിയിട്ട് ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വെടിക്കെട്ട് കാണാൻ പോകണം. എപ്പോൾ കാണാം? അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഉറങ്ങിയിട്ടോ. പിന്നെ ഉറങ്ങി എണീച്ചിട്ട് ഇതാ വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഞങ്ങൾ പിന്നെ ഫുൾ ഗേൾസ് ഗ്യാങ്ങാണ് പോണത്. പിന്നെ നന്ദു ഉണ്ട് കേട്ടോ കൂട്ടിനെ. ഞങ്ങളെല്ലാവരും ബ്ലാക്ക് ഡ്രസ്സാണ് ഇട്ടാക്കണത് കണ്ടോ. 1 2 3 4 കണ്ടോ. എല്ലാവരും ബ്ലാക്ക്. കൂട്ടത്തിൽ ഒറ്റയാനെ കണ്ടുപിടിക്കൂ. അപ്പം നമുക്ക് പോവാം ഗൈസ്. എനിക്ക് കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഉണ്ട്. നമ്മൾ പിന്നെ മെയിൻ ആയതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മൾ ഇതൊക്കെ ഇട്ടിട്ട് വേണം പോവാൻ. കണ്ടില്ലേ, ഞങ്ങളുടെ ആൺതുണ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് ഗൈസ്. മെയിൻ ഫുൾ ആറ്റിറ്റ്യൂഡാണ് ഗൈസ്. നമ്മൾ പിന്നെ മെയിനാണ്, അതുകൊണ്ട് ബാക്കിൽ നമ്മൾ നടന്നു വരുള്ളൂ അല്ലേ. എല്ലാവരെയും നോക്കേണ്ട ചുമതല ഞങ്ങൾക്കായതുകൊണ്ട് ഞങ്ങൾ ബാക്കിൽ നടന്നു വരും. എല്ലാവരും ഓൾറെഡി അവിടെ സ്ഥലം പിടിച്ചിട്ടുണ്ടാവും. പക്ഷെ ഞങ്ങൾക്ക് അതുകൊണ്ട് അതൊക്കെ മാറിത്തരും ഗൈസ്. ഞങ്ങൾക്ക് നടന്ന് വഴി തെറ്റി. അപ്പം നമ്മൾ ഏതൊക്കെയോ വഴി കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മൾ പടക്കം കണ്ടിട്ടേ പോകുള്ളൂ അല്ലേ.
നമ്മളിങ്ങനെ നടന്ന് പോവാണ് ഗൈസ്. വഴിയൊക്കെ തെറ്റി. അതെ അതെ അതന്നെയാണ്. ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്റെ ഫോളോവേഴ്സിനെ കണ്ടുമുട്ടി ഗൈസ്. ഗൈസ് എങ്ങനെയുണ്ട്? പോയിട്ടില്ലേ? അങ്ങനെ നടന്നതിന് ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് ഒരു കുപ്പി വെള്ളവും പിന്നെ കടലയും വാങ്ങി കഴിച്ചു കേട്ടോ. കഴിഞ്ഞു ഗൈസ്. ഞങ്ങൾ വന്നതും കൃത്യം തുടങ്ങി കഴിഞ്ഞു. ഇനി പുലർച്ചയ്ക്ക് സീനായിരിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം പന്തൽ കാണാൻ വേണ്ടിയിട്ട് വന്നേക്കാണ് കേട്ടോ. കഷ്ടപ്പെട്ട് റെഡിയായിട്ട് വന്നിട്ട് മുഖം കണ്ടോ. അങ്ങനെ നമ്മൾ മുട്ടായി വാങ്ങിയിട്ട് നമ്മൾ തിരിച്ചു പോവാണ് ഗൈസ്. നെമ്മാറ സ്റ്റാൻഡാണ്. നോക്കി നോക്കി എത്ര ആൾക്കാരാ. നമ്മൾ ഐസ്ക്രീം വാങ്ങാൻ വന്നേക്കാണ് ഗൈസ്. കൊള്ളാം. ഞാനും നന്ദും യൂണിക്കോൺ സെയിം. ഞങ്ങൾക്ക് വെയ്യാണ്ടായപ്പോ ഞങ്ങൾ ഒരു സ്ഥലത്ത് കയറിയിരുന്നു. ആരുടെ വീടിന് പോലും അറിയില്ല ഞങ്ങൾക്ക്. മതിയായില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു വീണു എക്സ്പീരിയൻസ്? അതെ, ആളുകൾക്ക് ക്ഷീണിച്ചതിന് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലില്ലേ ഒരു വീട്ടിൽ വെള്ളമൊക്കെ വെച്ചൊക്കെ. നന്മ മരം. ഞങ്ങൾ 3 മണിക്കുള്ള വെടിക്കെട്ടിനെ ഞങ്ങൾ 2 മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി റെഡിയായിട്ട് നോക്കുമ്പോൾ 2 മണിക്ക് തന്നെ അവർ പൊട്ടിച്ചാക്കണം. എന്തായാലും പുലർച്ചത്തെ വെടിക്കെട്ട് എന്തായാലും ഞങ്ങൾ വീട്ടിൽ നിന്ന് നട്ടാ കണ്ടത്. എങ്ങോട്ടും പോകാൻ പറ്റിയില്ല. അപ്പം അത്രയേ ഉള്ളൂ. ബൈ.